റഷ്യയുടെ കൈവശമുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് സുഖോയ് Su-57 എന്ന് പറയുന്നത്. ഇതൊരു ട്വിൻ എഞ്ചിൻ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള മൾട്ടി റോൾ ഫൈറ്റർ ആണ്. ഈ ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് ഇപ്പോൾ വീണ്ടും ഓഫർ ചെയ്തിരിക്കുകയാണ് റഷ്യ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ AMCA പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയാണെങ്കിലും അത് പൂർത്തിയായി പ്രൊഡക്ഷൻ തുടങ്ങുന്നതുവരെയും രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ചൈനയുടെ സഹായത്താൽ പാകിസ്ഥാനും അവരുടെ എയർഫോഴ്സിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തുർക്കിയുടെ സഹായവും പാകിസ്ഥാനുണ്ട്. ഒരു വശത്ത് ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ടും അല്ലാതെയും അവരുടെ ആയുധശേഷി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇത് കണ്ടെത്തി നിർമ്മിച്ച് അത് പരീക്ഷണ പറക്കൽ കഴിഞ്ഞ് അത് പൂർത്തിയായി അതെല്ലാം കൺഫേം ചെയ്തതിന് ശേഷം, അതായത് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞിട്ടേ നമുക്ക് പ്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റൂ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റുകളുടെ പ്രൊഡക്ഷൻ മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല, ഒത്തിരി സമയം ആവശ്യമായിട്ട് വരുന്നതാണ്. സോ നമ്മുടെ രാജ്യത്തിന് 2030 കൂടിയൊക്കെ വേണ്ടി വരുന്ന അന്നത്തെ സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ട ആയുധശേഷി ആവശ്യമാണ്. അപ്പൊ നമ്മൾ അതുവരെ നമുക്ക് തീർച്ചയായും എയർക്രാഫ്റ്റുകൾ വേണം, നമ്മൾ നിർമ്മിക്കുന്നത് വരെയും അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ നടത്തുന്നത് വരെയും. അപ്പൊ അതിന് ഇന്ത്യ പല രീതിയിൽ പല ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. F-16ന്റെയും F-22 റാപ്റ്ററിന്റെയും ഇടയിൽ വരുന്ന ഒരു മിഡിൽ വാരിയന്റ് എന്ന നിലയിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു F-21 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചു തരാമെന്ന് ലോക്ഹീഡ് മാർട്ടിൻ ഇന്ത്യയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഫ്രാൻസ് ടെക്നോളജി കൈമാറ്റം അടക്കം കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് നൽകാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പല യൂറോപ്യൻ രാജ്യങ്ങളും പല ഫൈറ്റേഴ്സും പല എയർക്രാഫ്റ്റുകളും ടെക്നോളജിയും ഒക്കെ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നാൽ US ഭാഗത്തു നിന്ന് കൂടുതൽ ഓഫറുകൾ വരാനും സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യ വീണ്ടും ഈ ഒരു ഓഫർ ഇന്ത്യക്ക് തന്നിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്, നമുക്ക് 2019 കൂടി നമുക്ക് നിലവിൽ Su-57 എടുക്കാൻ താല്പര്യമില്ല എന്നും പകരം ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത് തദ്ദേശീയമായിട്ട് 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനാണെന്നും 2019 ആ ഒരു പീരീഡിലൊക്കെ ഇന്ത്യയുടെ ഒഫീഷ്യൽസ് വ്യക്തമാക്കിയതാണ്. നേരത്തെ ഇന്ത്യ 200-ലധികം എയർക്രാഫ്റ്റുകൾ പല ഘട്ടങ്ങളിലായിട്ട് വാങ്ങാനൊക്കെയുള്ള കരാറുകളുമായി മുന്നോട്ട് പോയതാണ് 2012-13 പിന്നീട് അതൊക്കെ നീണ്ടുപോയി, ചില കാരണങ്ങളാൽ പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. നിലവിൽ ഈ ഒരു Su-57 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നത് റഷ്യ മാത്രമാണ്. റഷ്യയിൽ നിന്ന് ഈ ഒരു എയർക്രാഫ്റ്റ് വാങ്ങാനായിട്ട് ഒരു ഘട്ടത്തിൽ സൗത്ത് കൊറിയയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് റഷ്യ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. മറ്റൊരു ഘട്ടത്തിൽ ബ്രസീലിന് താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് UAEക്കും തുർക്കിക്കും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് കരുതിയിട്ട് UAE ഒന്നും ഇതുമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ വീണ്ടും റഷ്യ ഇന്ത്യക്ക് ഇത് ഓഫർ ചെയ്യുന്നത് നേരത്തെ ഓഫർ ചെയ്ത പോലെയല്ല, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഇന്ത്യക്ക് ഇത് ഓഫർ ചെയ്യുന്നത്. ഒപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും റഡാർ സംവിധാനങ്ങളും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരുമെന്നും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒന്നായിരിക്കും ഇന്ത്യക്ക് നൽകുക എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നത്. ഇന്ത്യക്ക് ഒരു 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആവശ്യമാണ് എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ പോലും അത് മികച്ച യുദ്ധവിമാനം എന്ന് പറയുമ്പോഴും അതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഒക്കെ നമുക്കറിയാം, അതൊരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അത്രത്തോളം മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 5th ജനറേഷൻ ഒരു എയർക്രാഫ്റ്റ് ആണ് വേണ്ടത്. അത്തരത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് അമേരിക്കയുടെ F-22 റാപ്റ്റർ ആണ്. മറ്റൊന്ന് അമേരിക്കയുടെ തന്നെ, അമേരിക്ക നേതൃത്വം കൊടുത്ത് നാറ്റോ അംഗരാജ്യങ്ങളിൽ പല രാജ്യങ്ങളുടെയും കൈവശമൊക്കെ ഉള്ള F-35 ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ റഷ്യയുടെ Su-57 എയർക്രാഫ്റ്റ് ആണ്. പിന്നെ ചൈനയുടെ കൈവശമുള്ള J-20യും 5ാം തലമുറ യുദ്ധവിമാനമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വളരെ വിരലിലുണ്ടാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വാങ്ങിയിട്ടുണ്ട് പല രാജ്യങ്ങളും F-35 ഒക്കെ. പക്ഷെ എല്ലാ രാജ്യങ്ങളുടെയും കൈവശം 5ാം തലമുറ യുദ്ധവിമാനം ഇല്ല. എന്നാൽ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ് ഒരു 5ാം തലമുറ യുദ്ധവിമാനം. F-35 എന്തായാലും ഇന്ത്യക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. മാത്രമല്ല US-ഉമായിട്ടുള്ള ഡിഫൻസ് ഡീൽസ് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും ഒരുപാട് റെസ്ട്രിക്ഷൻസും വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ US-ഉമായിട്ട് ഡിഫൻസ് ഡീല് നടത്താൻ പറ്റൂ. എല്ലാ ഡീലുകളും സാധ്യമാവുകയില്ല. അവിടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യ ഈ ഒരു എയർക്രാഫ്റ്റ് വാങ്ങാനായിട്ട് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നത്. 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകളുടെ പട്ടിക നമ്മൾ എടുത്താൽ അതിൽ 5ാം തലമുറ കൂടി ഉൾപ്പെടുന്ന ഒരു പട്ടികയാണെങ്കിൽ അതിൽ ഒന്നാമത് F-22 റാപ്റ്റർ USA മെയ്ഡ് ആണ്. രണ്ടാമത് F-35 ലൈറ്റ്നിങ് 2 അതും USA മെയ്ഡ് ആണ്. മൂന്നാമത് സുഖോയ് Su-57 ആണ്. കാരണം ഇത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉണ്ട്, സൂപ്പർ ക്രൂയിസ് ആണ്, അഡ്വാൻസ്ഡ് സെൻസേഴ്സ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഏവിയോണിക്സ് ഉണ്ട്. എയർ സുപ്പീരിയോറിറ്റി മാത്രമല്ല, ഒരു ഗ്രൗണ്ട് അറ്റാക്കിന് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് കൂടിയാണ് ഈ സുഖോയ് Su-57 എന്ന് പറയുന്നത്.
ഇതിന്റെ ഡിസൈൻ തന്നെ വളരെ മികച്ചൊരു ഡിസൈൻ ആയിട്ടാണ് കരുതപ്പെടുന്നത്. സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണിൽ പെടാത്ത തരത്തിൽ ഈ ഒരു എയർക്രാഫ്റ്റിന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. SU-57ന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മൾട്ടി റോൾ ക്യാപ്പബിലിറ്റി ആണ്. പ്രത്യേകിച്ച് ഇത് നമുക്ക് എയർ സുപ്പീരിയോറിറ്റി മിഷൻസിന് ഉപയോഗിക്കാൻ പറ്റും. കൂടെ നമുക്ക് ഗ്രൗണ്ട് അറ്റാക്കുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് ഇത് നല്ലതാണെന്നാണ് റഷ്യ പറയുന്നത്. ഇതിലെ പൈലറ്റിന് വളരെയധികം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ ഫീൽഡ് പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻസർ ഫ്യൂഷൻ ടെക്നോളജി ഇവർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നുള്ള ഡേറ്റകളെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈലറ്റിന് വളരെ വ്യക്തമായിട്ട് ഒരു പിക്ചർ ബാറ്റിൽ ഫീൽഡിനെ കുറിച്ച് ഇതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് റഷ്യ പറയുന്നത്. സൂപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റ് ആണിത്. റഷ്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല വെപ്പൺസും ഇതിനകത്ത് ഇന്റേണൽ ആയിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതായത് പലതും ഈ എയർ ടു എയർ മിസൈലുകളാണ്, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ഗൈഡഡ് ബോംബുകൾ അടക്കം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർ സോണിക് മിസൈലുകളും ന്യൂ ജനറേഷൻ എയർ ടു എയർ മിസൈലുകളും ഇതിനകത്ത് കാണാൻ സാധിക്കും. പൈലറ്റിന് ഡോഗ് ഫൈറ്റ് പോലെയുള്ള സിറ്റുവേഷൻസിൽ ഇത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയിൽ ചില സംശയങ്ങൾ പല എക്സ്പേർട്സും നേരത്തെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് റഷ്യയുടെ ഈ ഒരു SU-57 F-35 അല്ലെങ്കിൽ ചൈനയുടെ J-20 താരതമ്യപ്പെടുത്തുമ്പോൾ ഡോഗ് ഫൈറ്റ് പോലുള്ള സന്ദർഭങ്ങളിൽ കുറെ കൂടി മികച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ സൂപ്പർ ക്രൂയിസ് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ മറ്റ് രണ്ടിനെ അപേക്ഷിച്ച് മുന്നിലാണെന്നും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്ലോസ് റേഞ്ച് എൻഗേജ്മെന്റ്സ് വരുന്ന സമയത്ത് ബെറ്റർ പെർഫോമൻസ് SU-57 ഉള്ളതായും കാണാം. കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. റഷ്യൻ ഫോഴ്സ് അല്ലാതെ നിലവിൽ മറ്റൊരു രാജ്യവും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2019 മുതൽ ഇത് പ്രസന്റിലുണ്ട്. ഏകദേശം 2010 ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവുന്നത്. 14 വർഷം പഴക്കമായി ഇത് ആദ്യമായിട്ട് പറന്നിട്ട്. പക്ഷേ ഇതുവരെ വെറും 32 മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ 10 പ്രോട്ടോടൈപ്പും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 2023 ഡിസംബർ വരെ 32 മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം സങ്കീർണമാണ് ഇവയുടെ നിർമ്മാണവും ഇവയുടെ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഇവയുടെ പ്രവർത്തനവും ഒക്കെ എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. 2010 ആദ്യ പറക്കൽ നടത്തിയ 5ാം തലമുറ യുദ്ധവിമാനമായ SU-57 ഇത്രയും വർഷത്തിനിടയിൽ 14 വർഷത്തിനിടയിൽ വെറും 32 നിർമ്മിച്ചത്. അവിടെയാണ് ഇന്ത്യക്ക് ഒരു 5ാം തലമുറ യുദ്ധവിമാനം അടിയന്തരമായി വേണ്ട സാഹചര്യമുള്ളത്. AMCA പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന് സ്വാഭാവികമായിട്ടുള്ള കാലതാമസം വരികയും ചെയ്യും. ഏകദേശം 3500 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ പരമാവധി റേഞ്ച് എന്ന് പറയുന്നത്. 18,500 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം. ഏതാണ്ട് 20 മീറ്റർ ആണ് ഇവയുടെ ലെങ്ത് എന്ന് പറയുന്നത്. 2130 കിലോമീറ്റർ ആണ് മണിക്കൂറിലെ വേഗത എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഇതിപ്പോ വീണ്ടും റഷ്യ ഓഫർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ഇത് വാങ്ങുമോ, ഇത് സംബന്ധിക്കുന്ന ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. എന്തായാലും അടുത്തൊരു യുദ്ധവിമാനം ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് വേണമെന്നുള്ളത് വസ്തുതയാണ്.